ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്തെന്നും പറഞ്ഞത് പെട്ടെന്ന് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കുറച്ച് കഷ്ടപ്പാടുണ്ട്. കുറച്ച് കഷ്ടപ്പാട് മാത്രമല്ല, കുറച്ച് ഈ ഈ എന്താ പറയാ, ജാള്യത പോലൊരു സംഭവമൊക്കെ ഉണ്ട്. എന്തായാലും ഇന്നൊരു ഫുഡ് വ്ലോഗാണ്. ഇപ്പോൾ ഇവിടെ നടക്കണ ഹെൽമെറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അടിയാണ്. ഹെൽമെറ്റ് ഞാൻ ഉണ്ടായിരുന്നൊരു ഹെൽമെറ്റ് ഒരു സ്ഥലത്ത് പാർക്കിംഗ് ചെയ്തപ്പോ അത് ഒരു പാർട്ടിക്ക് പോയിട്ട് അവിടെ പാർക്കിംഗ് ഇന്ദിരാനഗർ കൊണ്ടുവച്ചപ്പോ അത് ആരോ എടുത്തിട്ട് പോയി. അപ്പൊ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചട്ടിത്തലയും ഒരു നോർമൽ ഹെൽമെറ്റാണ് ഉള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് ചാട്ട് കഴിക്കാൻ പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമുണ്ട്. അതായത് ഇന്ത്യൻ സീറ്റ് ഹൗസ്, അങ്ങനെ ഒരു കട കോർമംഗ്ലയിൽ തന്നെ അടുത്തുണ്ട്. അപ്പോ അവിടോട്ട് ഇന്ന് പോവാം. സാധാരണ ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് അവിടെ പോണത്. ചൊവ്വാഴ്ച പോയി കഴിഞ്ഞാൽ അവിടെ ബൈ വൺ ഗെറ്റ് വൺ, നമ്മൾ ഏത് ചാർട്ട് മേടിച്ചാലും, ഇപ്പൊ പാനിപ്പൂരിയോ ബേൽപൂരിയോ അങ്ങനെ എന്ത് മേടിച്ചാലും അതിനകത്ത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ടാവും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ. അപ്പൊ സാധാരണ ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് പോണത്. പക്ഷെ ഈ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ദിവസം അങ്ങനെ ഇത് കഴിക്കണമെന്ന് ആലോചിച്ചിട്ട് പോയപ്പോൾ അവിടെ നല്ല വ്യത്യാസമുണ്ട്. ഈ ഓഫറുള്ള ദിവസം അവര് ഭയങ്കര ക്വാണ്ടിറ്റി കുറച്ചിട്ടും ക്വാളിറ്റി കുറച്ചൊക്കെ തന്നിട്ട്, ഓഫർ ഇല്ലാത്ത ദിവസം നല്ല രീതിയിൽ തന്നു. അങ്ങനെ അതൊരു കൊള്ളാന്ന് തോന്നിയിട്ട് എന്തായാലും കൊടുക്കണം, എന്തായാലും പൈസ കൊടുക്കണം, നല്ല സാധനം മേടിച്ചിട്ട് കഴിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ ഞാനൊരു സമൂസ മസാലയും ഇതിനിടയ്ക്ക് പോയിട്ട് ഇതെന്തോ ഒരു പാലില് എന്തോ എന്തോ പേര് പറയണ കേട്ടോ, ഞാൻ പറഞ്ഞു. അങ്ങനെ മെയിൻ ആയിട്ട് മേടിച്ച ഒരു സമൂസ മസാലയും ഒരു ദഹി ബെല്ല ചാട്ടും മേടിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അത് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. സാധാരണ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരപ്പം തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് തരാണ് ചെയ്യണത്. ഇവിടെ കൊള്ളാം, ഇത് കുറച്ച് നല്ല വൃത്തിയുണ്ട്. പക്ഷെ നല്ല കുറച്ച് റേറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും നല്ല വൃത്തിയുണ്ട്. നമുക്ക് ഇരുന്ന് കഴിക്കാം. നമ്മൾ സാധാരണ പാനിപ്പൂരിയൊക്കെ കഴിക്കണ ആ ഒരു ഷോപ്പ് പോലെ അല്ല, നമുക്ക് കുറച്ച് ഇരുന്ന് കഴിക്കാൻ വൃത്തിയുണ്ട്. പിന്നെ ഇവർക്ക് കുറെ സീറ്റ്സ് ഉണ്ട്, ഒരുപാട് സീറ്റ്സ് ഐറ്റം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓർഡർ വന്നു, അവർ ഞങ്ങളെ വിളിക്കും. ഇതിപ്പം സമൂസ മസാല വന്നു, അപ്പം അവർ തന്നെ ദഹി ബെല്ല ചാട്ട് എടുക്കുകയാണ്. അപ്പം പിന്നെ കുറച്ചേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഇരുന്നിട്ട് പിന്നെ തിരിച്ചു വരണം. ഇരുന്നിട്ട് പോയിട്ട് തിരിച്ചു വരണത് അത് പിന്നെയും ഒരു ചടങ്ങാ. അവിടെ ആകെ വലിയ സെറ്റപ്പുള്ള പരിപാടി അല്ല. അപ്പം പോയിട്ട് ഇരുന്നിട്ട് തിരിച്ചു വരണത് വലിയ ചടങ്ങ്. അപ്പം പിന്നെ ഒരുമിച്ച് മേടിച്ചോണ്ട് പോകാന്ന് വെച്ചു. അതിന് ഇവർക്ക് കുറെ സീറ്റ്സ് കളക്ഷൻ ഉണ്ട്. ഇരിക്കണ ആ റോയിൽ മൊത്തം ഇവരുടെ സീറ്റ്സ് കളക്ഷനാണ്. അതിനകത്ത് കുറേ നല്ല സീറ്റ്സ് ഉണ്ട്. പക്ഷെ നല്ല റേറ്റ് ഉള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ഗ്രാമിനൊക്കെ ഒരു 300 രൂപ 250 രൂപ അങ്ങനെയൊക്കെ നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ കുറെ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ അങ്ങനെ ഇതിപ്പം സമൂസ മസാല ഞാൻ എടുത്തു, ദഹി ബെല്ല ചാട്ട് അവക്ക് കൊടുത്തു. സാധാരണ അങ്ങനെയാണ്. ഞാൻ ഈ ദഹി വലുതായിട്ട് കഴിക്കാറില്ല. എനിക്ക് ഈ പാലിന്റെ സംഗതി വലുതായിട്ട് ആ ഒരു ടേസ്റ്റ് എനിക്ക് വലുതായിട്ട് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ദഹി വല്ലാത്ത. പക്ഷെ ഇവിടുത്തെ ദഹി, ഞാൻ ഇവിടെ ഇത് ആദ്യമായിട്ട് വരണല്ല. ഇത് കുറേ വട്ടം വന്ന് അങ്ങനെ കുറേ ശീലമായി. ഇപ്പം എൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂസ മസാലയുടെ ആ ഒരു എരിവും ആ ഒരു മസാല കഴിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു അയവ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ദഹി കഴിക്കും. ഇവിടുത്തെ പിന്നെ ദഹിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത ദഹി. അവർ പിന്നെ അതിനകത്ത് എന്തോ ഒരു ബണ്ണ് പോലൊരു സാധനം ഇടും, അത് ദഹി ബെല്ല ചാട്ടണം. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അങ്ങനെ അത് അവിടുന്ന് കഴിച്ചു, ഫിനിഷ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് നേരെ ലെൻസ് കാർട്ടിലോട്ട് വന്നു. ലെൻസ് കാർട്ടിലോട്ട് ഇവിടെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പെക്സ് വെക്കുന്നുണ്ട്. സ്പെക്സ് വെക്കണമ്പോ അതിന് ഒരു നല്ല സ്ക്രാച്ച് വേണമായിരുന്നു. അപ്പൊ ഇവരെന്ന് സ്പെക്സ് മേടിച്ചപ്പോൾ ഇവരത് പറഞ്ഞ എന്തോ ഒരു ജപ്പാനോ അങ്ങനെ എന്തോ ഒരു ഗ്ലാസ് ഉണ്ട്. അപ്പൊ ആ ഒരു ലെൻസ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് 1 ഇയർ ഇൻഷുറൻസ് ഉണ്ടാവും. ആ ഇൻഷുറൻസ് വെച്ചിട്ട് ഇതിനെ നമുക്ക് എപ്പോഴും വേണോ റീപ്ലേസ് ചെയ്യാം. അപ്പൊ ഞാൻ മേടിച്ചിട്ട് എന്തോ എനിക്കൊരു 2 മാസമോ 3 മാസമോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. പക്ഷെ അത് ഞാൻ കുറച്ചു യൂസ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് അതിന് സ്ക്രാച്ച് വീണിട്ട് അങ്ങനെ അത് മാറ്റി. അങ്ങനെ എന്റെ ലെൻസ് മാറ്റി. അങ്ങനെ അതൊരു 3 ദിവസം മുന്നേ കൊണ്ട് കൊടുത്തു. അപ്പൊ എനിക്ക് ഇന്നലെ മെസ്സേജ് വന്നു, അത് ആയിട്ടുണ്ട്, അത് ഡെലിവറി ആയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. അങ്ങനെ പിന്നെ അതും കൂടെ മേടിക്കാമെന്ന് പറഞ്ഞു വിചാരിച്ചു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോ പോകുന്നത് ഇന്ദിരാനഗറിലോട്ടാണ്. അപ്പം ഞങ്ങൾ നിൽക്കുന്നത് കോറമംഗലിലാണ്. അപ്പൊ എന്റെ ഓഫീസൊക്കെ പറഞ്ഞ ഇന്ദിരാനഗറിലാണ്. അപ്പൊ അവിടെ വെറുതെ ചുമ്മാ ഒരു നൈറ്റ് ഡ്രൈവ് പോലെ പോവാം. അതായത് ഇവിടെ നല്ല ചൂടാണ്, ഒരു 39 ഡിഗ്രി ചൂടുള്ളത് കൊണ്ട് ഉച്ചയ്ക്കൊക്കെ ഇറങ്ങി പോണ കാര്യം വലിയ പാടാണ്. അതുകൊണ്ട് രാത്രി പോവുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ ഉള്ളൊരു പരിപാടി.
അപ്പോൾ ഇന്ദിരാനഗർ പോവാം. പിന്നെ ഇന്ദിരാനഗർ കാണാൻ നല്ല രസമാണ് വൈകിട്ടാകുമ്പോൾ. കുറെ ഞങ്ങൾക്ക് കാണുന്ന പോലെ കുറേ ലൈറ്റും കാര്യങ്ങളും കുറേ കടകൾ ഓപ്പൺ ആയിരിക്കും. ഒരു 11 മണി വരെ ഈ സ്ട്രീറ്റ് ഭയങ്കര ലൈവായിരിക്കും. 12 മണി കഴിയുമ്പോൾ എല്ലാം അടച്ച് മാറും. ഇത് ഞങ്ങൾ KFC പോണതല്ല. ഇവിടെ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ അവിടെ എന്തോ ഇന്ദിരാനഗറിൽ അവിടുത്തെ ഒരു അമ്പലത്തിൽ ഉത്സവമായി. ഇവർക്ക് ഉത്സവമാണെന്നൊന്നും പറയാം, പക്ഷെ ഇവരുടെ അമ്പലത്തിൽ എന്നും ഉത്സവം ഉണ്ടാകും. ഞാനിവിടെ ഇന്ദിരാനഗർ താമസിക്കുന്ന സമയത്ത് അവർക്ക് മാസത്തിൽ ഒരിക്കലും എന്തെങ്കിലും ഒരു പരിപാടി അവിടെ ഉണ്ടാവും. അപ്പൊ ഈ ചെണ്ടമേളം കണ്ടപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഇത് നമ്മളെ നാട്ടിൽ നിന്നുള്ളവരാണ്, അവരാണ് വന്ന് പരിപാടി എനിക്കൊന്ന് 4-5 പേര് കൊണ്ടുവന്നിട്ട് ആ ഒരു പരിപാടി അവര് കുറെ ഇപ്പം നമ്മളെ നാട്ടിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് കുറെ പരിപാടികൾ. ഇപ്പൊ ഇവരുടെ തന്നെ വേറൊരു പരിപാടി അതിനകത്ത് തന്നെയാണ്. ചെണ്ടമേളം അല്ലാണ്ട് തന്നെ കുറച്ച് സ്ത്രീകള് വന്നിട്ട് ഇപ്പം പറഞ്ഞ പോലെ അവരുടെ ഒരു പ്ലേ ഉണ്ടായിരുന്നു അതിനകത്ത്. അതെന്താന്ന് മനസ്സിലായില്ല, പക്ഷെ അതും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവര് ചെണ്ടമേളത്തിനൊക്കെ താളം പിടിക്കണം നമ്മൾ ചെയ്യണ പോലെ തന്നെ അവർ കുറെ നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു അഡാപ്ഷൻ പോലെ ഉണ്ടായിരുന്നു. അതിപ്പം കാണുന്നുണ്ട് അങ്ങനെ ഒരു ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞങ്ങള് വേറൊരു ഈ ക്രൈസ്റ്റ് കോളേജിന്റെ അതുവഴി നമ്മൾ അങ്ങോട്ട് പോയപ്പോ അവിടെ ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പോയപ്പോൾ JD ഗോപൻ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ പറഞ്ഞിട്ടൊരു അനൗൺസ്മെന്റ്. അങ്ങനെ പെട്ടെന്ന് JD ഗോപനോ, അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ അവിടെ കൊല്ലം JD ഗോപന്റെ, നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നില്ല, കൊല്ലം JD ഗോപന്റെ ഒരു ഫ്ലോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ പരിപാടി, അതിന്റെ കൂടെ ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവരോട് സംസാരിച്ചു. അപ്പൊ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവര്. അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവര് പരിപാടി നടത്തണതാണ്. അപ്പൊ അത്രയും ഫണ്ട് ഇട്ടിട്ട് അവർ കൊണ്ടുവന്നത് ചെയ്യുന്നു എന്നുള്ളതാണ് നല്ല കാര്യമാണ്. അത് അവർക്കും ഇങ്ങനെ ചെയ്യുമ്പോ ഇവർക്കും ഈ ഓഫ് സീസണിലൊക്കെ പരിപാടി നടക്കും. ഇവർക്ക് അങ്ങനെ സീസൺ ഒന്നുമില്ല. നമ്മളവിടെ എന്തെന്നാ ജാനുവരി മുതൽ ഒരു മെയ് ജൂൺ അങ്ങനെയാണല്ലോ ഒരു സീസൺ വരെ. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. ഇവർക്ക് മാസത്തിൽ ഒരു പരിപാടി അവരുടെ ഞങ്ങൾ ഇപ്പം കോർമംഗലിൽ താമസിക്കുന്ന തന്നെ ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോകുന്ന തന്നെ അവിടെ മാസത്തില് സ്റ്റേജ് കെട്ടും. അത് 2 ദിവസം കഴിയുമ്പോൾ പൊളിക്കും. വീണ്ടും അവര് സ്റ്റേജ് കെട്ടും, 2 ദിവസം കഴിയുമ്പോൾ പൊളിക്കും. അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അവിടെ. അങ്ങനെ അത് കുറച്ചു നേരം നിന്നു. അങ്ങനെ ഇന്ന് വലുതായിട്ട് നടന്നില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാറുണ്ട്, പക്ഷെ വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് കുറച്ചു നേരം നടക്കാറുണ്ട്. പക്ഷെ ഇന്നും അത് നടന്നില്ല. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു. രാത്രിയാണെങ്കിലും തന്നെ നല്ല ചൂട്, അവിയുന്ന പോലത്തെ നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്നാ വിചാരിച്ചു തിരിച്ച് പോകാം. വീട്ടിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് ഇതിന്റെ അങ്ങേയറ്റം ചൂടാണ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. പക്ഷെ ഇതിപ്പോ ഒരു ചുരുങ്ങിയ സമയമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മെയ് പകുതി കഴിയുമ്പം ഇവിടുത്തെ കണ്ടീഷൻ നേരെ മാറി. പിന്നെ നേരെ ഇതിന്റെ ഉൾട്ടയാവും. ഉൾട്ടയായി കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പും പരിപാടിയായിരിക്കും. അതുകൊണ്ട് ഇത് ഭയങ്കര എന്തെന്ന് പറഞ്ഞ ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പൊ നമുക്ക് ഓക്കെ ഇപ്പൊ ചൂടാണ് എന്നാ പോയിട്ടൊരു കൂളർ മേടിച്ച് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു AC മേടിച്ച് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പണ കാര്യമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പം തന്നെ ഏപ്രിൽ തീർന്നു. അപ്പൊ ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ അങ്ങനെ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഈ വീഡിയോ കാണില്ലാന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇതിനകത്ത് ഞാൻ കുറച്ച് ബബ്ബ അടിച്ചപ്പോൾ ഞാനത് കുറച്ച് കട്ട് ചെയ്തു. എനിക്കിത് വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്തിട്ട് അത് ചെയ്ത് ഞാൻ വീണ്ടും ആ റെക്കോർഡ് ബട്ടൺ ഞെക്കിയപ്പോൾ അത് വീണ്ടും ഒന്നേന്ന് റെക്കോർഡായി. ഞാൻ വിചാരിച്ചു ദൈവമേ, ഇത് ഞാൻ വീണ്ടും ഒന്നേന്ന് ഇരുന്നിട്ട് റെക്കോർഡ് ചെയ്യണോ. പക്ഷെ വേണ്ടി വന്നില്ല. അതിനകത്ത് അണ്ടോ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അത് തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇത് തിരിച്ച് വീട്ടിൽ പോണ വഴിയാണ്. ഇത് നേരെ ഇനി വീട്ടിൽ പോവുക. അപ്പം ഇതിപ്പോ ഏകദേശം ഒരു 10 മണി ആവാറായി നമ്മൾ തിരിച്ചു വന്നപ്പോ. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇതായിരുന്നു മെയിനായിട്ട്. ഇത് പയ്യെ ശരിയാവുമെന്ന് എനിക്കറിയാം. ഇത് കുറെ ഈസി ആയിട്ട് വരുന്നുണ്ട്, പക്ഷെ ഭയങ്കര പാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പം ചെയ്യണവരൊക്കെ നല്ല കഷ്ടപ്പെട്ടിട്ടാ. എന്റെ ഇന്നസെന്റ് ഏട്ടൻ പറയണ പോലെ ഇത് വെള്ളയപ്പങ്ങാടിയില് അപ്പം ഉണ്ടാക്കണ പോലെ ടീം നല്ലല്ലോ. നല്ല കഷ്ടപ്പാടുണ്ട്. കുഴപ്പമില്ല, നമ്മളും സെറ്റായിട്ട് വരും.